വചനമൊഴി ജൂൺ 25. വചനഭാഗം 2 തെസ്സലോനി 2:13-17, യോഹന്നാന്റെ സുവിശേഷം 17:9-19. രാത്രി മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നതിന് ശേഷം അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഈശോയുടെ കാര്യമാണ് ഇന്നലെ നാം സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചത്. ഇന്നും സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവരെ അങ്ങയുടെ നാമത്തിൽ കാത്തുകൊള്ളണമേ. ഈശോ പ്രാർത്ഥിക്കുന്നത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. കൂട്ടായ്മയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നാശത്തിൻ്റെ പുത്രനാണ് എന്ന് തിരുവചനം പറയുന്നു. സാത്താനാണ് വിഭജനം സൃഷ്ടിക്കുന്നത് എന്ന് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തിലായിരിക്കുമ്പോൾ ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളണമെന്നാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. ലോകത്തിലായിരിക്കുമ്പോൾ ദുഷ്ടന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് സംരക്ഷണമാണ് ശിഷ്യന്മാർക്ക് വേണ്ടത്. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തെസ്സലോനിക്കായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്നതും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനു വേണ്ടി ശ്ലീഹ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. സത്യത്താലും വചനത്താലും വിശുദ്ധീകരിക്കപ്പെട്ട് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.